ആണ് ക്യാൻസർ അഭിനയമാണ് ഒരിക്കലും സത്യമല്ല. എടാ നാണുണ്ടടാ നിങ്ങൾക്ക്? ഞാൻ ചോദിക്കാം, നാണുണ്ടോ നിങ്ങൾക്ക്? ഒരു സ്ത്രീയുടെ മുടി മുറിക്കണം എന്നുണ്ടെങ്കിൽ അത് നിസ്സാര കാര്യമാണോ? മുടി മുറിച്ചും കാഞ്ഞ് ലൈവായിട്ട് കാണിക്കുക, എന്താ നിങ്ങളോട് പറയാ? ആ സ്ത്രീ പിന്നെ എന്തിനാ ആരെങ്കിലും അങ്ങനെ പറയോ? അങ്ങനെ ഒരു സ്ത്രീ പറയോ? ഇത് ഇല്ലാത്ത കഥയായിട്ട് പറയും. എല്ലാവർക്കും അറിയടാ അതിന്റെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ. ആ കുട്ടി ഡയാലിസ് ചെയ്യണോ എല്ലാം ജനങ്ങളെ മുന്നിലേക്ക് എത്തിച്ച് എന്തിനാണ് എന്ത് ഗുണമാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതെന്ന് മനസ്സിലായില്ല. വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേ നിൽക്കുക. എന്നാൽ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. ഈ രോഗം ഇന്ന് റിക്കവറായി വരുമെന്ന് പോലും നമുക്ക് ഒരു ഉറപ്പില്ലാത്തൊരു രോഗമാണിത്. റിക്കവറായി വരും എന്നുള്ളത് 90% നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെ തന്നെ കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ പറയാം, ഇതിങ്ങനെ ടോർച്ചർ ചെയ്യുന്നതിന് ഒരു പരിധിയില്ലേ? അവരെന്തെങ്കിലും ചെയ്യുന്ന അവരെ വീഡിയോസോ അവരെ എന്തെങ്കിലും ചില കോമഡി ഉള്ള സാധനങ്ങൾ എന്താ നമ്മൾ പറയാം, നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത അതിനെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്യും. ഒരു അസുഖത്തിനെ കുറിച്ചൊന്നും ഇത് അഭിനയമാണ്, നീ നരകിച്ചു പോകണം, നീ ഇല്ലാതെയാകണം, അങ്ങനെയൊക്കെ പറയുന്നതുണ്ടല്ലോ. ഒരു ലോജിക്കില്ല. ഒന്നാമതേ പറയാലോ, നോ ഗ്യാരണ്ടി ലൈഫാണ് നമ്മളതൊക്കെ. ഈ ജീവിതം എന്ന് പറഞ്ഞ സാധനത്തിന് ഗ്യാരണ്ടി ഇല്ലാതെ ജീവിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂടോ. നമുക്ക് മാത്രമേ ഗ്യാരണ്ടി. ഒരു TV വാങ്ങിയവരെ 3 കൊല്ലം ഗ്യാരണ്ടി. നമുക്ക് എന്ത് ഗ്യാരണ്ടി ഉള്ളത്? നമുക്ക് പഠിച്ചവൻ ഗ്യാരണ്ടി ഇല്ലാതെ തന്നത് നമ്മൾ മനുഷ്യരാണ്. എന്തു സംഭവിക്കുക അത് നമ്മളൊക്കെ മനസ്സിലാക്കണം കേട്ടോ. മറ്റുള്ളവരെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഈ ഉളുപ്പില്ലാതെ കമന്റ് ചെയ്യണ പോലെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്.